ഹോർമൂസ് കടലിടുക്ക് കടക്കാനായി കപ്പലുകൾ ട്രാൻസ്മിഷൻ ഫീസ് അഥവാ ഗതാഗത ചുങ്കം നൽകണമെന്ന ഇറാന്റെ ആവശ്യം ലോകരാജ്യങ്ങൾ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. പാകിസ്ഥാന്റെ നേതൃത്വത്തിൽ നടന്ന സമാധാന ചർച്ചയിൽ ട്രാൻസ്മിഷൻ ഫീസ് ഈടാക്കാനുള്ള ഇറാനിന്റെ ആവശ്യം അംഗീകരിക്കപ്പെട്ടിരുന്നില്ല. ഇപ്പോഴിതാ രണ്ടാം ഘട്ട സമാധാന ചർച്ചകൾക്ക് ഒരുങ്ങുമ്പോഴും ഇറാൻ എടുത്ത തീരുമാനത്തിൽ നിന്നും ഒരടി പിന്മാറിയിട്ടില്ല. അമേരിക്കയും ഇസ്രായേലും അക്രമങ്ങൾ ഒരുപാട് നടത്തിയിട്ടും മുട്ടുമടക്കാത്ത ഇറാനെ ചുങ്കം പിരിക്കാനുള്ള തീരുമാനത്തിൽ നിന്നും എങ്ങനെ പിന്തിരിപ്പിക്കാമെന്ന് മനസ്സിലാവാതെ പല ലോകരാജ്യങ്ങളും നിന്ന് വിയർക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഹോർമൂസ് കടക്കാൻ കപ്പലുകൾ ചുങ്കം നൽകണമെന്ന ഇറാന്റെ ആവശ്യം ന്യായമാണോ എന്ന് പരിശോധിക്കുകയാണ് ഇന്നത്തെ ഫാക്ട് ആൻഡ് ഫോക്കസ്. ഹോർമൂസ് കടക്കാൻ ടോൾ പിരിക്കാനുള്ള അവകാശം യഥാർത്ഥത്തിൽ ഇറാനിനുണ്ടോ? അന്താരാഷ്ട്ര നിയമങ്ങൾ എന്തു പറയുന്നു? മറ്റേതെങ്കിലും കടലിടുക്ക് കടക്കാൻ ചുങ്കം നൽകേണ്ടതുണ്ടോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ വിശദമായി പരിശോധിക്കാം. ഇറാനിൻ്റെയും ഒമാനിൻ്റെയും ഇടയിൽ 21 മൈൽ അഥവാ 34 കിലോമീറ്റർ വീതിയിൽ നിലകൊള്ളുന്ന കടലിടുക്കാണ് ഹോർമൂസ്. ആഗോള കച്ചവടത്തിൻ്റെ പ്രധാന ഇടനാഴികളിലൊന്ന്. കണക്കുകൾ പ്രകാരം ലോകത്തിലെ എണ്ണ വിതരണത്തിൻ്റെ ഏകദേശം 1/5 ഭാഗവും ഹോർമൂസ് വഴിയാണ് കടന്നു പോകുന്നത്. യുദ്ധം ആരംഭിക്കും മുമ്പ് 100-ലേറെ കപ്പലുകൾ യാതൊരു തടസ്സവും ഫീസുമില്ലാതെ ദിനേന ഹോർമൂസ് വഴി കടന്നു പോകാറുണ്ടായിരുന്നു. എന്നാൽ യുദ്ധത്തിനു ശേഷം ചിത്രം മറ്റൊന്നാവുകയായിരുന്നു. യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഇറാൻ പട്ടാളം ഹോർമൂസ് കൈയടക്കി. അതോടെ അതുവഴി ആരുടെ കപ്പൽ പോകണം, ആര് വരണമെന്നൊക്കെ ഇറാൻ്റെ മാത്രം തീരുമാനമായി മാറി. പിന്നീട് വിരലിൽ എണ്ണാവുന്ന കപ്പലുകൾ മാത്രമേ ഹോർമൂസ് കടന്നിട്ടുള്ളൂ. അക്രമം ഭയന്ന് ഇറാൻ വരച്ച വരയ്ക്കപ്പുറം കടക്കാൻ ലോകരാജ്യങ്ങളും മടിച്ചു നിന്നു. സമാധാന ചർച്ചകൾക്ക് കളമൊരുങ്ങിയപ്പോൾ ഇറാൻ പ്രധാന തുറുപ്പ് തീട്ടായി ഹോർമൂസിനെ കണ്ടു. ഹോർമൂസ് കടക്കണമെങ്കിൽ ഇനി മുതൽ ഇറാന് ചുങ്കം നൽകണമെന്ന് കട്ടായം പറഞ്ഞു. ആദ്യം ഡോളറിൽ മതിയെന്നായിരുന്നു തീരുമാനം. അത് മാറി പിന്നീട് ചൈനീസ് യുവാനിലേക്കും ക്രിപ്റ്റോ കറൻസിയിലേക്കും ഒടുവിൽ ഇറാൻ റിയാലിൽ തന്നെ ചുങ്കം വേണമെന്നായി. ചുങ്കം കൂടാതെ ഹോർമൂസ് കടലിടുക്കിലൂടെ കടക്കാൻ കപ്പലുകൾക്ക് അനുമതി പത്രവും ലൈസൻസും നിർബന്ധമാക്കുന്ന പ്രോട്ടോകോൾ ഒമാനുമായി ചേർന്ന് തയ്യാറാക്കുമെന്നും ഇറാൻ ആലോചിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഇറാന്റെ ആവശ്യങ്ങൾ ന്യായമാണോ എന്ന് പരിശോധിക്കാം. ഒറ്റവാക്കിൽ അല്ലെന്ന് പറയാം. കാരണം ഹോർമൂസ് ആരുടെയുമല്ല, അത് ഇറാൻ നിർമ്മിച്ചതല്ല, പ്രകൃതിയുടെ സ്വയം നിർമ്മാണമാണ്. ഹോർമൂസ് പങ്കിടുന്നത് ഒമാനുമായി കൂടിയാണ്. ഈ കാരണങ്ങൾ കൊണ്ടാണ് UAEയും ഖത്തറും ഹോർമൂസ് ആരുടെയുമല്ലെന്ന് തീർത്തു പറഞ്ഞത്. ഹോർമൂസിലൂടെ സ്വതന്ത്രമായി ചരക്ക് ഗതാഗതം നടത്താൻ എല്ലാവർക്കും അവകാശമുണ്ടെന്നും അതൊരു രാജ്യത്തിൻ്റെയും കുത്തകയാകാൻ പാടില്ലെന്നുമായിരുന്നു UAEയുടെ നിലപാട്. കാരണം പ്രകൃതി നിർമ്മിതമായ ഒരു കടലിടുക്ക് കടക്കാൻ ടോൾ ഈടാക്കുന്ന തരത്തിലുള്ള ഏകപക്ഷീയ നീക്കം ആധുനിക ചരിത്രത്തിൽ എവിടെയും ഉണ്ടായിട്ടില്ല. അതാണ് ഇപ്പോൾ ഇറാൻ ആവശ്യപ്പെടുന്നത്. ഒരു കാര്യം വീണ്ടും അടിവരയിടാൻ ആഗ്രഹിക്കുന്നു. പ്രകൃതിയാൽ നിർമ്മിതമായ ഒരു കടലിടുക്ക് കടക്കാനും ടോൾ നൽകുന്ന ചരിത്രമുണ്ടായിട്ടില്ല. അപ്പോൾ മനുഷ്യനിർമ്മിതമായ ചിലതിന് ഉണ്ടെന്ന് തന്നെ. അത് പക്ഷേ കനാലുകൾക്കാണെന്ന് മാത്രം. സൂയസ് കനാലിലൂടെയും പനാമ കനാലിലൂടെയും കടന്നു പോകാൻ ടോൾ നൽകേണ്ടതുണ്ട്. രണ്ടും മനുഷ്യനിർമ്മിതമാണ്. ഇതുകൂടാതെ 1936 മോൺട്രോ കൺവെൻഷൻ പ്രകാരം ടർക്കിഷ് കടലിടുക്കുകളായ ബോസ്ഫറസ്, മാർമറ, ഡാർഡനല്ലസ് എന്നിവയുടെ സേവന ചെലവുകളിലേക്ക് ഒരു സാധാരണ ഫീസ് ഈടാക്കാൻ തുർക്കിക്ക് അനുമതിയുണ്ട്. അത് ട്രാൻസ്മിഷൻ ഫീ അല്ല, മറിച്ച് മെയിൻ്റനൻസ് ഫീ പോലൊന്നാണ്. ചുരുക്കത്തിൽ ട്രാൻസ്മിഷൻ ഫീ വാങ്ങാനുള്ള ഇറാനിൻ്റെ തീരുമാനം ലോകത്തെവിടെയും നാളിതുവരെയും സംഭവിക്കാത്തതാണ്. ഇനി അന്താരാഷ്ട്ര നിയമങ്ങളിലേക്ക് വരുമ്പോൾ UNCLOS അഥവാ ദി യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ഓൺ ദി ലോ ഓഫ് ദി സീ പ്രകാരം കടലിടുക്കുകളോട് ചേർന്ന് നിൽക്കുന്ന രാജ്യങ്ങൾ അതിലൂടെ കടന്നുപോകാൻ അനുമതി നൽകുന്നതിനായി ഫീസ് ഈടാക്കാൻ പാടില്ലെന്നാണ് അന്താരാഷ്ട്ര നിയമം. എന്നാൽ പൈലറ്റിംഗ്, ടെക് സേവനങ്ങൾ, തുറമുഖ സേവനങ്ങൾ പോലുള്ള പ്രത്യേക സേവനങ്ങൾക്ക് പരിമിതമായ ഫീസ് ഈടാക്കാം. അതാണ് തുർക്കി ചെയ്യുന്നത്. ഇറാൻ ആവശ്യപ്പെടുന്നതാകട്ടെ ട്രാൻസ്മിഷൻ ഫീ ആണ്. അത് UNCLOS പ്രകാരം നിയമപരമല്ലതാനും. പരിശോധിച്ച് വരുമ്പോൾ ഹോർമൂസ് കടക്കാൻ ട്രാൻസ്മിഷൻ ഫീസ് നൽകണമെന്ന ഇറാനിൻ്റെ ആവശ്യം ലോകത്ത് ഇതുവരെ സംഭവിക്കാത്ത ഒന്നാണ്. അന്താരാഷ്ട്ര നിയമങ്ങൾ പ്രകാരം അത് ചെയ്യാൻ പാടില്ലാത്തതാണ്. അപ്പോഴും ചേർത്ത് പറയേണ്ടതുണ്ട്. ഇറാനിലും ഫലസ്തീനിലും ലബനാനിലും യുക്രൈനിലും ഉൾപ്പെടെ നടക്കുന്ന അക്രമങ്ങളും അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമായിരുന്നു. അത് ലംഘിക്കുന്നവരിൽ പ്രധാനികൾ അമേരിക്കയും ഇസ്രായേലും തന്നെ. എങ്കിൽ പോലും ഹോർമൂസ് കടക്കാൻ ചുങ്കം നൽകണമെന്ന ഇറാന്റെ ആവശ്യം അംഗീകരിക്കാൻ കഴിയില്ല. കാര്യം അതുകൊണ്ട് അമേരിക്കയും ഇസ്രായേലും മാത്രമായിരിക്കില്ല ബുദ്ധിമുട്ടുക. ഇന്ത്യ ചുങ്കം നൽകേണ്ടതില്ലെന്ന് ഇറാൻ വ്യക്തമാക്കിയ ശേഷവും ചുങ്കം പിരിക്കാനുള്ള തീരുമാനത്തിൽ നിന്നും പിന്മാറണമെന്ന് ഇന്ത്യ ഇറാനോട് ആവശ്യപ്പെട്ടതും അതുകൊണ്ട് തന്നെ. സമാധാന ചർച്ചകൾ പുരോഗമിക്കാൻ ഇനിയും സാധ്യതയുണ്ട്. ഒരുപക്ഷെ
ഇറാൻ പിന്മാറാത്ത സാഹചര്യത്തിൽ അടുത്ത ചർച്ചയിൽ ഇറാനിൻ്റെ ആവശ്യം അംഗീകരിക്കപ്പെട്ടേക്കാം. അല്ലെങ്കിൽ ഇറാൻ്റെ മറ്റു ആവശ്യങ്ങളെല്ലാം അമേരിക്ക അംഗീകരിച്ചാൽ ഇതിൽ നിന്നും പിന്മാറി ഹോർമൂസ് സ്വതന്ത്രമാക്കാൻ ഇറാനും തയ്യാറായേക്കാം. ഇതിൽ ഏത് സംഭവിക്കുമെന്ന് കാത്തിരുന്നു തന്നെ കാണാം.